എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. അബിയുടെ കള്ളത്തരം കൈയോടുകൂടി നവ്യെ പിടികൂടുവാണ്. അങ്ങനെ അവന് ഒരു നേരം എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ടലിൽ വന്നിട്ട് വെട്ടി വിഴുങ്ങുവാണ്. ഈ കാഴ്ച നവ്യ ഷൂട്ട് ചെയ്യുവാണ്. കാരണം നവ്യക്കറിയാം അവൻ രാവിലെ ബെറ്റ് വെച്ചിട്ടാ പോന്നിരിക്കുന്നത്. താൻ ഫുഡ് കഴിക്കുവാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് എൻ്റെ പൊന്മോതിരം ഇട്ടേക്കാന്ന്. അങ്ങനെ നവ്യ അവിടെ കാത്തിരുന്നു അവന് ഫുഡ് കഴിച്ച് കഴിയുന്നോടം വരെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് അബി ഇറങ്ങണ സമയത്താണ് നവ്യ അങ്ങോട്ട് ചെല്ലുന്നത്. നവ്യെ കണ്ടതും അബി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്ന് അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നവ്യ ചോദിച്ചു, അല്ല നീ ഇത് എങ്ങോട്ട് പോയതാന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊപ്പം. ആ ഫ്രണ്ടിനൊപ്പം ഇവിടെ വന്നത് എന്തിനാ? ഞാൻ വെറുതെ കൂട്ട്, അല്ലാതെ വേറൊന്നിനും വേണ്ടല്ല. ഓ, കൂട്ടിനുമായിട്ട് മാത്രമാണ് നീ ഫുഡ് കഴിച്ചില്ലേ നിൽക്കും. ഫുഡ് കഴിക്കാനാ? ഞാൻ ഫുഡ് കഴിച്ചൊന്നുമില്ലെന്ന് പറയണം. വെറുതെ കള്ളത്തരം പറയില്ല അബി എന്ന് പറയണം. കള്ളത്തരം പറഞ്ഞല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട്, വല്യമ്മയുടെ പക്കപ്പിറന്നാളിന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഒരു നേരം എടുക്കുവാന്ന് പറഞ്ഞാൽ ഒരു നേരം എടുത്തത് തന്നെയാ. അതിനൊരു മാറ്റമൊന്നും ഇല്ലാന്ന് പറയാം. ആണോ? രാവിലെ നീ എന്നോട് ബെറ്റ് വെച്ചായിരുന്നു. ഇത് കേട്ടതും അബി പറഞ്ഞു, ആ ബെറ്റ് വെച്ച് കഴിയുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കാന്, എന്നാ നീ ഒന്ന് തെളിയിക്കാൻ പറയണം. ഇത് കേട്ടെന്ന് നവ്യ ആ ഫോണും എടുത്ത് കാണിക്കണം. അവൻ ഫുഡ് കഴിക്കുന്ന അവൻ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് അബി പെട്ടുപോയി. അബിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് വല്ലാത്തൊരവസ്ഥ. നവ്യ പറഞ്ഞു, എനിക്കറിയായിരുന്നടാ നീ ഇതുപോലത്തെ പരിപാടി കാണിക്കുന്ന, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഫോളോ ചെയ്ത് വന്നേ. നീ എന്താ പറഞ്ഞ ഒരു പൊന്മോതിരം എനിക്ക് കിട്ടാറാന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് നീ എനിക്കൊരു പൊന്മോതിരം കൊണ്ട് മേടിച്ചോണ്ട് ഞാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. അബി പറഞ്ഞു, നവ്യെ നീ കൂടുതലൊന്നും പറയണ്ട, പിന്നെ ഞാൻ പറയുന്നതല്ല എനിക്കിത് മേടിച്ചോണമെന്ന് പറയാണ്. അങ്ങനെ അന്നത്തെ ദിവസം നല്ല പണി തന്നെയാണ് കൊടുക്കണേ അബിക്കിട്ട്. അബിനെ കൊണ്ട് കുറേ സാധനങ്ങൾ മേടിപ്പിച്ചു. പിന്നീട് പറഞ്ഞു, സ്വർണ്ണമോതിരം എനിക്ക് മേടിച്ചു തരണം. മേടിച്ച് തരുക മാത്രമല്ല വീട്ടിൽ വന്നിട്ട് എല്ലാവരുടെയും കാണയ്ക്ക് എനിക്ക് തന്നാൽ മതി എന്ന് പറയണം. ഇപ്പൊ തൽക്കാലത്തേക്ക് നീ അത് കൈവച്ചോ, ഇല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ വീട്ടിലെല്ലാവരെയും കാണിക്കുമെന്ന് പറയാം. ഇതിപ്പോ ആരും ഒരു പറ്റാനില്ല. കയ്യിലുള്ള പണം മൊത്തം തീരുന്ന കാര്യം ഉറപ്പായെന്നുള്ള കാര്യം അബിക്ക് മനസ്സിലായി. കാരണം ഇവള് കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും. മുത്തശ്ശനയ്ക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ താൻ ഒരു നേരം പിടിച്ചിരിക്കുക. അത് വെല്ലുമ്മയ്ക്ക് വേണ്ടിയെന്ന് കരുതി എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ ഇതുപോലെ വന്ന് ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അവർക്ക്? സഹിക്കാൻ പോലും പറ്റില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവര്. പിന്നീട് നവ്യ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അബി മോതിരമൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണ്. നവ്യ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് ഇറങ്ങി വന്നു. പിന്നീട് അബി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ അങ്ങ് ചെല്ലുവാണ്. അപ്പൊ അബിയുടെ കയ്യിലൊരു ജ്വല്ലറി ബോക്സ് ഉണ്ടായിരുന്നു. നവ്യ പറഞ്ഞു, ആ എനിക്കുള്ളതാണോന്ന് ചോദിക്കണം. ഇത് കേട്ടത് അബി പറഞ്ഞു, അതേന്ന് പറയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും ജലജ അനാമിയും കൂടെ അങ്ങോട്ട് വരുവാണ്. പിന്നീട് അബി നേരെ ആ ഒരു കവറ് നവ്യയുടെ ഇലേക്ക് കൊടുക്കണം. നവ്യയെ തുറന്നു നോക്കി, ആ സ്വർണ്ണമോതിരം ആണല്ലോ എന്ന് പറയാണ്. ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് പറയണേ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല ജലജയ്ക്ക്. ജലജ പറഞ്ഞു, എടാ നീ ഇതെന്ത് പരിപാടിയാടാ കാണിക്കണേ? നീ എന്തിനാ ഇപ്പൊ അവൾക്ക് മോതിരം വാങ്ങിച്ചോണ്ട് കൊടുത്തേന്ന് ചോദിക്കാം. ഇത് കേട്ടാ നവ്യ പറഞ്ഞു, അതെന്താ എനിക്ക് കയ്യെ മോതിരം ഇട്ടാ പൊളിക്കുവോ? എന്റെ ഭർത്താവ് വാങ്ങിച്ചോണ്ട് തന്നല്ലേ, അമ്മയ്ക്ക് എന്താ കുഴപ്പം? അത് എത്ര നല്ല പുതിയ ഡിസൈനിങ് ഉള്ള മോഡലാ, ഒന്ന് ഓർത്ത് നോക്കിയേ. ഓ എന്ത് ഭംഗിയാ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികനെ ഒന്ന് ചൊടിപ്പിക്കുകയാണ്, ഒന്ന് കൊതിപ്പിക്കുകയും കൂടെ ചെയ്യണം. അനാമിക്ക് ദേഷ്യം വന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് അതിന് തനിക്കൊന്നും വാങ്ങിച്ചോണ്ട് പോലും തന്നിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ അബി വാങ്ങിച്ചോണ്ട് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് അബി പറഞ്ഞ, അല്ല പിന്നെ അമ്മ അത് ഞാൻ, എടാ നിനക്ക് എവിടെ നിന്നാണ് ഇതിന് മാത്രം പണം ഇരിക്കുന്നേ? നീയേ ജൂലിയറിലെ പേര് സ്റ്റാഫ് മാത്രമല്ലേ, അല്ലാതെ അതിൻ്റെ അകത്തെ ഓണറൊന്നും അല്ലല്ലോ. പിന്നെ നീ ഇത്രയും പൈസ എവിടെ നിന്നാണ് മുടക്കണേ ഇവൾക്ക് മോതിരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനായിട്ട്? നിനക്ക് വേറെ ഒരു പണിയില്ലേ അബി? കൊള്ളാട്ടോ എന്ന് പറയണേ. ഇത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, അതെ വെറുതെ അബീനെ ചാടിക്കടിച്ചിട്ട് കാര്യമില്ല. എന്റെ ഭർത്താവ് ഇങ്ങനെ പല സാധനങ്ങളും മേടിച്ചോടെ തന്നിരിക്കും. ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട് എന്നോട് സ്നേഹമില്ലെന്ന് എന്റെ ഭർത്താവിന്. ഇപ്പൊ മനസ്സിലായില്ലേ സ്നേഹം ഉണ്ടോ ഇല്ലയോന്ന്? സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചോണ്ട് തരുന്നേ. വേറെ ചിലർക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ലോ എന്ന് പറയാം. അനാമയ്ക്കിട്ടുള്ള കൊട്ടായിരുന്നു. അനാമയ്ക്ക് ഇതിപ്പറ ഒന്നും കിട്ടാനില്ല. അനാമയ്ക്കാണ് കട്ടക്കലിപ്പും ദേഷ്യമായി. അനാമയ്ക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് നവ്യ അതേലേക്ക് നോക്കിയിട്ട് നവ്യ അങ്ങോട്ട് കയറി പോവാ. അബി എന്ത് ചെയ്യണമെന്ന് അറിയത്തരം നിൽക്കുന്ന സമയത്ത് ജലജ വന്നിട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടിയാടാ കാണിച്ചെന്ന് ചോദിക്കുക. അബിക്ക് വലുതും പറയാൻ പറ്റുമോ? അബി പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മ ഞാൻ, അല്ല നീ എന്തിനാ ഇപ്പൊ അവൾക്കത് മേടിച്ചോണ്ട് കൊടുത്തെന്ന് ചോദിക്കാം. അത് പിന്നെ അവളിത് വേണോന്ന് പറഞ്ഞിട്ട്, ഓഹോ വേണമെന്ന് പറഞ്ഞ ഉടനെ നീ അതും കൂടെ വാങ്ങിച്ചോണ്ട് കൊടുക്കൂലേ? നീ ആള് കൊള്ളാലോടെന്ന് പറയണം. അപ്പൊ നിന്റെ ഈ പൈസ ഇല്ലാന്നൊക്കെ പറഞ്ഞ് നീ വെറുതെ പറയുന്നല്ലേന്ന് ചോദിക്കും. അല്ലമ്മേ പൈസ ഇല്ലാന്ന് പറഞ്ഞ ശരി തന്നെയാ, എന്നിട്ടാണോ നീ ഇതൊക്കെ മേടിച്ചോണ്ട് കൊടുക്കണം ചോദിച്ചോണ്ട് ജലജ അബീനെ പഞ്ഞിക്കിടുവാണ്.
ആ സമയം അനാമിക കട്ട കലിപ്പോട് വിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുക. അപ്പം മുറിയിൽ അനി ഉണ്ടായിരുന്നിരിപ്പം. അനിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇവിടെ ചിലരൊക്കെ ഉണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി ഒന്ന് പുറത്ത് കൊണ്ടുപോയില്ല. പുറത്ത് കൊണ്ടുപോകുന്ന പോട്ടെ, ഇത് വരെയായിട്ട് ഒരു സാധനം പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. ഇത് കേട്ടതും അനി പറഞ്ഞു, ഇപ്പം നിനക്ക് എന്ത് സാധനം വേണ്ടേ? അല്ല, ഒട്ടും ഇഷ്ടമില്ലാന്നും പറഞ്ഞ് നടക്കുന്ന അഭിയേട്ടനുണ്ട്. അഭിയേട്ടൻ പോലും ഇതേ അവൾക്ക് ആ നവ്യക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ടോ? സ്വർണ്ണമോതിരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത്. ഇവിടെ എനിക്കൊരു ഭർത്താവുണ്ട്, സ്വർണ്ണമോതിരം പോയിട്ട് ഒരു വെള്ളിമോതിരം പോലും വാങ്ങിച്ചിരുന്നില്ലെന്ന് പറയാം. ഓഹോ, അപ്പം നിനക്കിപ്പോൾ സ്വർണ്ണമോതിരം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണോ? അല്ല, ഞാനെന്ന് ചോദിച്ചോട്ടെ, നിനക്ക് ആവശ്യത്തിന് സ്വർണം കൊണ്ടാണല്ലോ നീങ്ങി വന്നേ? 101 പവന്റെ സ്വർണം കൊണ്ടാ വന്നേന്ന് പറഞ്ഞു. പോരാത്ത വെല്ലുമ്മയും തന്നു. ഇനിയിപ്പം നിനക്ക് എന്തിനാ സ്വർണം? നീ ഇതൊക്കെ അണിഞ്ഞോണ്ട് നടക്കുന്നുണ്ടോ? ആ കൊണ്ടുവന്ന സ്വർണം പോലും നീ ഇടുന്നില്ലല്ലോ അനാമികയെ, പിന്നെ നിനക്ക് എന്തിനാന്ന് ചോദിക്കുക. അങ്ങനെയല്ലോ, എൻ്റെ ഭർത്താവ് മേടിച്ചു തരുന്നതിന് അതിനൊരു പ്രത്യേകത ഇല്ലേന്ന് ചോദിക്കുക. അതെ, ആദ്യം ഉള്ളതൊക്കെ നീ ഇട്ട് തീർക്ക്, എന്നിട്ടല്ലേ. പിന്നെ അത് മാത്രമല്ല, അറിയാലോ, ഇനിയിപ്പം നിനക്ക് സ്വർണ്ണമോതിരം മേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്തിനാ വെറുതെ മോതിരമൊക്കെ മേടിച്ച് പൈസ കളയണേ എന്ന് ചോദിക്കുകയാണ്. ഓഹോ, അപ്പം നിനക്ക് അതൊന്നും മേടിച്ചോണ്ട് തരാൻ നിനക്ക് പറ്റില്ലല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് അനിയോട് കിടന്ന് ദേഷ്യപ്പെടുക. അനി പറഞ്ഞതേ അനാമികയെ വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് നീ വരണ്ട. ആർക്കെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുത്തെന്ന് ഓർത്തോണ്ട് അതിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാം. അല്ലേലും എനിക്കറിയാടാ, നീയും കൊള്ളാം, നിന്റെ ഏട്ടത്തിമാരും കൊള്ളാം, അവളുമാരാണെങ്കിൽ തട്ടിയെടുക്കാൻ മിടുക്കരാം. ഇവിടെ വന്നതിന് ശേഷമല്ലേ അവളുമാർ ഈ സ്വർണം കാണുന്നത് തന്നെ. വല്ലതും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നേ, അല്ലല്ലോ. അതുപോലെയൊന്നുമല്ല ഞാൻ വന്നേ, എനിക്ക് സ്വർണത്തോട് ആർത്തിയൊന്നുമില്ല. പിന്നെ എൻ്റെ ഭർത്താവ് മേടിച്ചു തരുന്നേ അതിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിന്റെ ആ ഏട്ടത്തി നയനയുണ്ടല്ലോ, അവൾക്ക് ഇവിടുത്തെ ലക്ഷങ്ങൾ വരുന്ന സ്വർണ്ണം കൊണ്ടേ കൊടുത്തേ, എന്നിട്ട് പോലും അതിനകത്തൊന്നും ഒന്നും തരാനായിട്ട് ഈ പറയുന്ന നിന്റെ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒന്നും തയ്യാറായില്ല. എല്ലാവർക്കും ഈ പറയുന്ന ആ നയനയും നവീനയ്ക്കും ഇഷ്ടമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ അതിന് കാരണം ഉണ്ടെന്ന് പറയാണ്. എന്ത് കാരണം? എന്ത് കാരണമുള്ളേ? അവൾക്ക് ഇതിന് മാത്രം എന്ത് വലിയ കാരണമുള്ളതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, അതെ, നീ കൂടുതലൊന്നും പറയണ്ട, അതറിയേണ്ട സമയത്ത് നീ അറിഞ്ഞോളും, തൽക്കാലത്തേക്ക് നീ ഇപ്പോൾ ഒന്നും അറിയണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യം വന്നു അനാമയോട്. നിന്നെ കാണിച്ചു തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് അനി അവിടെ ഒന്നും മിണ്ടാതിരിക്കണം. എനിക്കറിയാം ഇനി താനൊന്നും മിണ്ടിയിട്ട് കാര്യമൊന്നുമില്ല. പോത്തിന് ചെവി വേദം ഓതിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അവളുടെ തലയ്ക്കകത്തേക്കൊന്നും കയറത്തില്ല. അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. ആ സമയം അനാമിക നേരെ കട്ട കലിപ്പോടെ ചെല്ലുന്നത് ദേവേൻ്റെ അടുത്തേക്കാ. ദേവേൻ്റെ അടുത്ത് എന്നിട്ട് കാര്യമുള്ളെന്ന് മനസ്സിലായി. കാരണം താൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാക്കുന്ന അവർ മാത്രമല്ല ആ മനസ്സിലേക്ക് എരിപുരി കയറ്റി കൊടുക്കാനായിട്ട് പറ്റിയ സമയമാണ് താനും. അങ്ങനെ നേരെ ദേവേൻ്റെ അടുത്തേക്ക് എന്നു. ദേവേന് പറഞ്ഞു, എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കുക. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ, കാര്യം എന്താന്ന് പറ. ഒന്നുമില്ലെന്ന് പറയണ. പിന്നീട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനാമിക ആ കാര്യം പറയണേ, നവ്യയ്ക്ക് മോതിരം മേടിച്ചുകൊണ്ട് കൊടുത്ത കാര്യമൊക്കെ. അല്ല വല്യമ്മേ, ഇത്ര നാളെ ഇവിടെ വന്നിട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇതുവരെയായിട്ടും എനിക്ക് അനി ഒരു സാധനം പോലും വാങ്ങിച്ചു തന്നിട്ടില്ല, അറിയാവോ? അപ്പം ഞാൻ ആരാ? എന്നെ ഒരു ഭാര്യയായിട്ട് പോലും അവൻ കണക്ക് കൂട്ടുന്നില്ല. ഇഷ്ടമില്ലാഞ്ഞിട്ട് അഭിയേട്ടൻ പോലും ആ നവ്യയ്ക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്കെന്താ ഇവിടെ? എനിക്കൊരു വിലയില്ലേ? അപ്പം ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാന്ന് പറയാണ്. വീട്ടിലേക്ക് പോകാനോ? അതെന്തിനാ? എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല. കണ്ടില്ലേ, അനി എന്നെ സ്നേഹിക്കുന്ന പോലുമില്ല, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണേ? ഇത് കേട്ട കഴിഞ്ഞത്തേനും ഭയങ്കര സങ്കടമായിപ്പോയി ദേവേനിക്ക് അങ്ങോട്ട്. ദേവേനി പറഞ്ഞു, അതെ മോൾ ഇപ്പോൾ പോകുമൊന്നും വേണ്ട. ആരെങ്കിലും എന്തെങ്കിലും കാണിച്ച് നോർത്തോണ്ട് മോൾ ഇങ്ങനെ പിണങ്ങിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? അതിൻ്റെ കാര്യമൊന്നുമില്ല. മോൾക്ക് സ്വർണ്ണമാണോ വേണ്ടേ? ഞാൻ തരാമെന്ന് പറയണം. സ്വർണം വേണാഞ്ഞിട്ടൊന്നും അല്ല വല്യമ്മ ഞാൻ പറഞ്ഞേ. അങ്ങനെയൊക്കെ കാണിച്ച് കഴിയുമ്പോൾ എനിക്ക് വിഷമം വന്നിട്ടാ. അനിയല്ലേ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണ്ടേ? എനിക്ക് ഇഷ്ടംപോലെ സ്വർണ്ണമുണ്ട്, പക്ഷെ അങ്ങനെയല്ല, അനി വാങ്ങിച്ചു തരുന്നതിനൊരു പ്രത്യേകത ഇല്ലേ, അതുകൊണ്ടാന്ന് പറയണം. സാരില്ല, മോൾക്ക് ഞാൻ തരാമെന്ന് പറയണം. അനാമിക ഉള്ളിച്ചിരിക്കുവാണ്, പക്ഷെ പുറമേ കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ അത്. മോള് പിണങ്ങിപ്പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നിസാര കാര്യത്തിന് പിണങ്ങിപ്പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രം സമയം കാണത്തുള്ളൂ. നമ്മളിവിടെ പിടിച്ചു നിൽക്കണം. ഏത് അവൾമാർ വന്നാലും നമ്മൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. അങ്ങനെ പോയാലേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമിക പറഞ്ഞു, വല്യമ്മ മാത്രം എന്നെ ഇവിടെ മനസ്സിലാക്കുന്നുള്ളൂ, വേറെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ജാനകി ഇല്ലേ, ശരിയാ അമ്മയുണ്ട്, പക്ഷേ എങ്കിൽ ഈ പറയുന്ന ആദർശണ്ണ അനിയോ അല്ലെങ്കിൽ അച്ഛനോ അവരാരും എന്നെ മനസ്സിലാക്കുന്നില്ല, അവർക്കൊന്നും എന്നെ ഇഷ്ടമില്ല, എല്ലാവർക്കും ആ നവ്യനെയും നയനെയും ഇഷ്ടമെന്ന് പറയണം. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. മോള് തൽക്കാലത്തേന് മുറിയിലേക്ക് പോകാനും അല്ലാതെ വരാനോ ഇനി അങ്ങനെ അതിനൊന്നും പോവുകയോ വേണ്ടെന്ന് പറയണം. അങ്ങനെ ഒരു വ്യക്തി അനാമികനെ സമാധാനിപ്പിച്ച് വിടുവാണ്. പിന്നീട് ദേവേനെ അവിടെ കിടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആദർശ് വരുന്നത്. ആദർശിനെ കണ്ട് ദേവേനെ പറഞ്ഞു, നിങ്ങളോട് വരാൻ പറയണേ. എന്താ കാര്യം? അല്ല
നീയാണോ വാടക വീട് എടുത്ത് കൊടുത്തതെന്ന് ചോദിക്കാം നയനയ്ക്ക്. ഞാൻ എടുത്തു കൊടുത്തേ. നീ സ്വന്തം വാങ്ങിച്ചു കൊടുത്താണോ അതോ ഇനിയിപ്പോൾ വാടകയ്ക്കാണോ എന്ന് ചോദിക്കും. അതെന്താമ്മ അങ്ങനെ ചോദിച്ചേ? കാരണം അനാമിക പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം വാങ്ങിച്ചു കൊടുത്തു കാണുമായിരിക്കുന്നു. ഇത് കേട്ടതും ദേവേനി പറഞ്ഞു, നിന്റെ സ്വഭാവം കൊണ്ട് പറയാൻ പറ്റില്ല. അവളോടുള്ള സ്നേഹം മൂത്തിട്ടെ ചിലപ്പോൾ വീട് ചിലപ്പോൾ വാങ്ങിച്ചും കൂടെ കൊടുത്തു കാണും. പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. ദേ അമ്മേ, വെറുതെ എന്തിനാ അമ്മ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണമെന്ന് ചോദിക്കാം. ഇല്ലാത്ത കാര്യങ്ങളല്ല, നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറയണം. അപ്പോഴേക്കാണ് മുത്തശ്ശൻ വരുന്നത്. മുത്തശ്ശൻ വന്നിട്ട് എന്താ അവിടെ ഒരു ചർച്ചയെന്ന് ചോദിക്കണം. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, അമ്മയ്ക്ക് ഭയങ്കര സംശയം. എനിക്ക് ഞാൻ എടുത്തു കൊടുത്ത വീടേ അത് സ്വന്തമായിട്ട് വാങ്ങിച്ചു കൊടുത്താണോ അതോ ഇനി വാടകയ്ക്കാണോ എന്ന്. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, അതിനുള്ള മറുപടി ഞാൻ തന്നാൽ മതിയോ? ആ വീടേ അവൾക്ക് ഇപ്പോൾ വാടകയ്ക്ക് എടുത്തു കൊടുത്തേക്കും ആദർശ്. പക്ഷേ ഇനി അത് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്ന ഞാനായിരിക്കും. അവൾക്ക് അവളുടെ സ്വന്തം പേരിൽ ഞാനത് വാങ്ങിച്ചു കൊടുക്കാൻ പോവാ. എന്താ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ ദേവേനി? അത് മാത്രമല്ല, ഇനി വേണേ അത് കൂട്ടി 2 വീടും കൂടെ ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കും. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ദേവേനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ദേവേനി ഇനിയെങ്കിലും നീ മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് പഠിക്കുക. അല്ലെങ്കിലുണ്ടല്ലോ ഇനി നിനക്ക് ഇതുപോലത്തെ തിരിച്ചടികളൊക്കെ കിട്ടിയിരിക്കും. കൂടുതൽ ഇപ്പം ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവാണ്. മുത്തശ്ശൻ ഇത് കണ്ടപ്പോഴത്തേനും കട്ടക്കലിപ്പി ദേവേനി ഇരിക്കുകയാണ്. ദേവേനിക്ക് ഒരു കാര്യം മനസ്സിലായി, എവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടെ അവളെ സ്നേഹിക്കുന്നത്. എന്താണെങ്കിലും അവളുടെ കള്ളത്തരം പൊളിച്ചടുക്കിയിട്ട് തന്നെ കാര്യം. അവളെ ഒന്ന് കാണണം, അവൾ ഇതിന് മാത്രം എന്താ ചെയ്തിരിക്കുന്നത് അറിയണം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.